ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയു ആണെങ്കിൽ തൻ്റെ മനസ്സിലുള്ള ആ ഏറ്റവും വലിയ ആഗ്രഹം അത് കിരണിനോട് പറയുകയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ജനിച്ചത് മുതൽ എനിക്ക് ഒരു പുരുഷനോട് മാത്രമേ ആരാധന തോന്നിയിട്ടുള്ളൂ, അത് നിന്നോട് മാത്രമാണ്. നീ ഇപ്പോൾ എൻ്റെ മകളെ സ്നേഹിക്കുന്നതും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതും എന്നെ സഹായിക്കുന്നതും എനിക്ക് ജോലി തന്നതൊക്കെ നീ തന്നെയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ നിന്നോടുള്ള ആരാധന കൂടിയിരിക്കുകയാണ്. എനിക്ക് നിന്റെ ഭാര്യയാകാൻ ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയണ കേൾക്കുമ്പോൾ കിരണിന്റെ സ്വഭാവത്തിലുള്ള ആ ഒരു പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. സരയു, നീ എന്തൊക്കെ ഈ പറയുന്നത്? നിനക്ക് എന്താ ഭ്രാന്തായി പോയോ? നീ എന്താണ് ഈ പറയുന്നത്? നീ ആരോടാ ഈ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അത് കേൾക്കുന്ന സരയു പറയാണ്, സത്യമായിട്ട് അവന്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവൾ പറയുന്നുണ്ട്, കിരണെ നീ എന്നെ കൈവിടരുത്, നീ എന്നെ കൈവിട്ടാൽ എനിക്കൊരു പക്ഷേ ഭ്രാന്തായി മാറും, ഞാൻ വീണ്ടും മെന്റൽ ഹോസ്പിറ്റലിലാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഒരിക്കലുമില്ല സരയു, ഞാൻ എൻ്റെ കല്യാണിയെ മറന്നു, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ മനസ്സിൽ പോലും നിന്നെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഒരു സഹോദരിയുടെ സ്ഥാനത്താണ് നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ കിരൺ അവിടെ നിന്നും മുഖത്തടിച്ച പോലെ സംസാരിച്ച് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ താഴെ എത്തുമ്പോൾ താരയെ കാണുന്നുണ്ട്. അപ്പൊ താരയോട് കിരൺ പറയാണ്, അത് ശരി, അപ്പോൾ ആന്റിയുടെ മനസ്സിൽ എന്തായിരുന്നു ഇത്രയും വിഷമിച്ച് നടന്നത് എന്താണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി. അവൾ എന്നെ സ്നേഹിക്കുന്ന കാര്യം ആന്റിക്ക് അറിയായിരുന്നു അല്ലേ, അതുകൊണ്ടാണല്ലേ ഇത്രയും വിഷമം ആന്റിയുടെ മുഖത്തുണ്ടായത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ താരയ്ക്കൊന്നും മിണ്ടാൻ പറ്റാതെ താര അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കിരണാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ട്. ഇവളുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇവൾ ഇനിയിപ്പോൾ താൻ എതിർപ്പ് പറഞ്ഞതിൽ ഇവൾ എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ ഇവൾക്ക് ഇനി എന്തെങ്കിലും മാനസികമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അവൾ ഇനി ഈ ദേശത്തിന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടാൻ പോകുന്നത് എന്നുള്ള ഭയം നമ്മുടെ കിരണിന്റെ മനസ്സിലുണ്ട്. എന്തായാലും അതിനേക്കാളും വലിയൊരു കാര്യമായിട്ടുള്ള നമ്മുടെ സരയുവിന്റെ അച്ഛൻ രാഹുൽ പരോളിൽ പുറത്തിറങ്ങുകയാണ്. അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ഗംഗ മരിച്ച കാര്യങ്ങൾ, ഗംഗയെ കാണാനില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ അറിയുകയാണ്. അതുപോലെ തന്നെ മകളെ കാണുന്നുണ്ട്. മകളോട് പറയുകയാണ്, നീ എന്തായി മോളെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം കിരണിനോട് തുറന്ന് പറഞ്ഞപ്പോൾ അവനത് എതിർക്കുകയാണ് അച്ഛാ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അത് സാരില്ല മോളെ, എന്തായാലും അവൻ അങ്ങനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കല്യാണി ജീവനോടെ ഉള്ളത് കൊണ്ടാണ്, അവളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അവൻ അത് എതിർക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ആ കല്യാണിയെ ഞാൻ അടുത്ത പരോള് കഴിഞ്ഞ് ജയിലിലോട്ട് തിരികെ പോകുന്നതിന് മുമ്പ് ആ കല്യാണിയെ ഇല്ലാതാക്കണം. അവളെ ഇല്ലാതാക്കിയാൽ കഴിഞ്ഞാൽ പിന്നെ നീ അവന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറണം. അപ്പൊ നിന്നെ അവൻ എന്തായാലും ഭാര്യയാക്കും, പിന്നെ അവന്റെ കുഞ്ഞിനൊരു അമ്മ എന്തായാലും വേണമല്ലോ, അപ്പൊ പിന്നെ നീ എന്തായാലും നിനക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാകും മോളെ എന്നൊക്കെ ഇങ്ങനെ രാഹുൽ നമ്മുടെ സരയുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. സരയുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അത് കേൾക്കുമ്പോഴും. എന്തായാലും നമ്മുടെ കല്യാണി സൈറ്റിലേക്ക് ഒറ്റയ്ക്ക് അങ്ങനെ കാറിൽ ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ സൈറ്റിന്റെ ആ ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് നമ്മുടെ രാഹുൽ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇവള് വരുന്നതൊക്കെ. അങ്ങനെ അവളെ മുകളിലേക്ക് വരികയാണ്. അപ്പൊ ഇങ്ങനെ മറിഞ്ഞു നിന്ന് നോക്കുകയാണ്. അവന്റെ കയ്യിലാണെങ്കിൽ ഒരു കത്തിയുണ്ട് രാഹുലിന്റെ കയ്യിൽ. അങ്ങനെ പുറകിലൂടെ വന്നിട്ട് അവളുടെ വായയും മൂക്കും പൊത്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. അവളിങ്ങനെ ആ കൈ ഇങ്ങനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്നില്ല. എന്തായാലും ആ കത്തി കൊണ്ട് കുത്താൻ ആയുന്ന ഒരു ഭാഗമാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും കല്യാണിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. കല്യാണിയെ രക്ഷപ്പെടുത്താൻ നമ്മുടെ കിരൺ അവിടേക്ക് പാഞ്ഞു വരുന്നുണ്ട്. എന്തായാലും അവളവിടെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു കുത്ത് അവൾക്ക് കിട്ടി അവള് ഹോസ്പിറ്റലിലാവാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.